Hello everyone and welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ഡെസേർട്ട് ആണ്. ചുരക്ക യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചുരക്കയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചവ്വരിയാണ്. ഞാൻ ഇവിടെ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ചവ്വരി കുറച്ച് വെള്ളത്തിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 1/4 ഭാഗം കുക്ക് ആവുമ്പോഴത്തേന് നമുക്കത് ഊറ്റിയെടുക്കണം. ആ സമയത്ത് നമുക്ക് ചുരക്ക ഒന്ന് ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്റർ ഇപ്പം കയ്യിലില്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ട് കത്തി ഉപയോഗിച്ചിട്ടൊന്ന് മുറിച്ചെടുത്താലും മതി. ഇപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമ്മുടെ ചവ്വരി ഒന്ന് 1/4 ഭാഗം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് ബാക്കി നമുക്ക് പാലിൽ ഇട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ പാനിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം. പിന്നെ ചേർക്കേണ്ടത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവൊക്കെ ഒന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാര ചേർത്തതിന് ശേഷം നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് വെച്ച ചവ്വരി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1/4 ഭാഗമാണ് ചവ്വരി കുക്കാക്കിയേക്കുന്നത്. ബാക്കി നമുക്ക് ഈ പാലിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പാലൊന്ന് തിളച്ചതിന് ശേഷം നമ്മളിപ്പം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചുരക്ക കൂടി ചേർത്തിട്ട് നമുക്കിനി കുക്ക് ചെയ്യാം. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാനിപ്പോൾ പാലിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചുരക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ചതിന് ശേഷം ഞാനിവിടെ 3 ഡ്രോപ്സ് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് കളർ ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നോർമലി ഈ പായസത്തിന് ഒരു ഗ്രീൻ കളറാണ്. അതുകൊണ്ടാണ് ഞാനിപ്പം ഗ്രീൻ കളറിലെ ഫുഡ് കളർ ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ കാണാനും കുറച്ച് ഭംഗിയാണ്. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരത്തില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ ഇതിൽ ആഡ് ചെയ്യാം. ഫുഡ് കളർ കൂടി ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ചുരക്കയൊക്കെ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഈ പായസത്തിൻ്റെ ഒറിജിനൽ പേര് ഖത്തു കി ഖീർ എന്നാണ്. എനിക്ക് ഈ പായസത്തിൻ്റെ റെസിപ്പി തന്നത് എൻ്റെ ഒരു ഹൈദരാബാദി ഫ്രണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ചുരക്ക വെച്ചൊരു പായസം ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാരയോ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചുരക്ക പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് തണുക്കാൻ വെക്കാം. നിങ്ങൾക്കിത് ചൂടോടെ വേണമെങ്കിലും സെർവ് ചെയ്യാം. പക്ഷേ ഏറ്റവും ടേസ്റ്റ് കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ്. ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള പായസമാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോഴും നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു ഫോർ വാച്ചിങ്.